എന്റെ പൊന്നുമക്കളെ, ഈ നാലാമത്തെ ചാപ്റ്ററിൽ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് നോക്കാതെ പോയപ്പോഴാണ് നിങ്ങളുടെ ഫുൾ മാർക്ക് അല്ലെങ്കിൽ 40-ൽ നിന്നൊരു 35 മാർക്കിന്റെ ഒക്കെ താഴേക്ക് ബാക്കിയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എന്നാൽ ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ചാപ്റ്റർ നിർബന്ധമാണ്. ഇതിൽ ഏത് ക്വസ്റ്റ്യൻ ആണ് മക്കളെ നിർബന്ധം? ഒന്നാമത് നമ്മുടെ പ്രൊഡക്ഷൻ മെത്തേഡിലടാ, ഉൽപാദന രീതികൾ, പ്രൊഡക്ഷൻ മെത്തേഡ്, ഉൽപാദന രീതികൾ, 2 രീതിയിലുണ്ട്. എന്തൊക്കെയായിരുന്നു? ഓരോ നോക്കി വെക്കുക. ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്ക്, തൊഴിൽ തീവ്ര സാങ്കേതിക രീതി. പിന്നെ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്ക്, മൂലധന തീവ്ര സാങ്കേതിക രീതി. ഈ 2 രീതികൾ എന്ത് ചെയ്യുക മക്കൾ ഓർത്ത് വെക്കുക. ഈ 2 രീതികൾ എൻ്റെ പ്രിയപ്പെട്ട മക്കൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക, നോട്ട് ചെയ്ത് വെക്കുക, നോട്ട് ചെയ്ത് വെക്കുക. എന്തിനാണ് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവുക? മറ്റൊന്നിനുമല്ല, നിങ്ങൾക്ക് വെരി 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 യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണെന്ന് എന്ത് ചെയ്യുക മക്കൾ ഇത് മനസ്സിലാക്കുക. കാരണം എന്തായിരുന്നു? പ്രധാനപ്പെട്ട കാരണം മനസ്സിലാക്കി വെക്കേണ്ട മക്കളെ. ഇത് 2 എക്സാമിന് ചോദിക്കും. ഇങ്ങനെയാണ് ചോദ്യം ഉണ്ടാവുക. എ പേഴ്സൺ ഹു ഹാസ് ജസ്റ്റ് സ്റ്റാർട്ടഡ് എ സ്റ്റാർട്ടപ്പ് ഈസ് പ്രൊഡ്യൂസിംഗ് ബൈ യൂസിംഗ് മെഷീൻസ് ഇൻസ്റ്റെഡ് ഓഫ് വർക്കേഴ്സ്. വാട്ട് മെത്തേഡ് ഡിഡ് ഹി യൂസ് ഫോർ പ്രൊഡക്ഷൻ? വാട്ട് ഈസ് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഇഫ് ദിസ് മെത്തേഡ്? അതായത് പുതുതായി സ്റ്റാർട്ടപ്പ് തുടങ്ങിയ ഒരു വ്യക്തി തൊഴിലാളികൾക്ക് പകരം യന്ത്രോപകരണങ്ങൾ ഉപയോഗപ്പെടുത്തി ഉൽപാദനം നടത്തുന്നു. ഇതേ ഉൽപാദനത്തിനായി ഏത് രീതിയാണ് ഉപയോഗിച്ചത്? ഇങ്ങനെയാണ് ചോദ്യം ഉണ്ടാവുക മക്കൾ. തൊഴിലാളികൾക്ക് പകരം ഇത് ഉപയോഗിക്കുന്ന യന്ത്രങ്ങൾ ഉപയോഗിക്കുന്ന ഏതാണ്? ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്ക്, മൂലധന തീവ്ര സാങ്കേതിക രീതി. അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ജസ്റ്റ് നോക്കിക്കോളൂ. അതിൻ്റെ പ്രത്യേകത തന്നെ കുറച്ചും കൂടി എന്ത് കൂടുതലായിരിക്കും? ഈ യന്ത്രങ്ങൾ കൂടുതൽ ഉപയോഗിക്കും. സ്വാഭാവികമായിട്ട് എക്കോ ഫ്രണ്ട്ലി ആണോ? അല്ല. അല്ലെങ്കിൽ എക്കോ ഫ്രണ്ട്ലി എന്നല്ല, സ്വാഭാവികമായിട്ട് പൊല്യൂഷൻ ഉണ്ടാവും. പക്ഷേ ലേബേഴ്സിന് അധികം വേണോ? ലേബേഴ്സിന് അധികം വേണ്ട. പ്രൊഡക്ടിവിറ്റി നല്ലോണം കൂടുതൽ, ഉൽപ്പാദനം നല്ലോണം കൂടും. സമയം കൂടുതൽ വേണോ? മെഷീൻ ഉപയോഗിക്കില്ലേ? സമയം വളരെ കുറവ് മതി. എന്നാൽ ലേബേഴ്സിൻ്റെ ആണെങ്കിലോ തൊഴിലാളികൾ കൂടുതൽ, മെഷീൻസ് കുറവായിരിക്കും. ആണല്ലോ, തൊഴിലാളികൾ കൂടുതൽ, പിന്നെ സമയം ഒരുപാട് വേണ്ടി വരും. പക്ഷെ എന്താ പറയുക, പൊല്യൂഷൻ ഉണ്ടായിരിക്കില്ല. ഓക്കെ ആണല്ലോ, പ്രൊഡക്ടിവിറ്റി കുറച്ചും കൂടി കുറയും. അതൊക്കെയാണ് നമ്മൾ എന്ത് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ കേട്ടോ. പിന്നെ അതിൽ നോക്കേണ്ട മറ്റൊരു സംഭവമാണ്, നമ്മുടെ എക്കണോമിക് സിസ്റ്റം അല്ലെങ്കിൽ എക്കണോമിക്സ്, സമ്പദ് വ്യവസ്ഥകൾ ഏതൊക്കെയായിരുന്നു? ക്യാപിറ്റലിസ്റ്റ്, സോഷ്യലിസ്റ്റ്, മിക്സ്ഡ്. ക്യാപിറ്റലിസ്റ്റ്, സോഷ്യലിസ്റ്റ്, മിക്സ്ഡ്. ഇത് 3 പഠിച്ചു വെക്കണം. ഇവിടെ ചോദിച്ച ചോദ്യം, ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇന്ത്യ അക്സെപ്റ്റ് ചെയ്തത് ഏതാണ്? മിക്സ്ഡ് എക്കണോമി, മിശ്ര സമ്പദ് വ്യവസ്ഥ. അതിന്റെ പ്രത്യേകതകൾ ക്യാപിറ്റലിസ്റ്റും സോഷ്യലിസ്റ്റും പഠിച്ചാൽ 2 മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. സെറ്റാണല്ലോ. അതും എന്ത് ചെയ്യുക മക്കള് പഠിച്ചു വെക്കട്ടോ. പിന്നെ കുറച്ച് എക്കണോമിസ്റ്റുകൾ ഉണ്ടല്ലോ, കാൾ മാക്സ്, പിന്നെ ജെയൻ ഷുപ്പീറ്റർ, ഗാന്ധിജി, ചാണക്യ, അവരുടെയൊക്കെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതും കൂടി എന്ത് ചെയ്യണം മക്കള് നോക്കി വെക്കണം. അതും കൂടി എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് നോക്കി വെക്കണം. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഫാദർ ഓഫ് എക്കണോമിക്സ്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആഡം സ്മിത്ത്. ആരായിരുന്നു? ആഡം സ്മിത്ത്. പിന്നെ ആൽഫ്രഡ് മാർഷൽ, ലയണൽ റോബിൻസ്, ഡേവിഡ് റിക്കാവ്, തിയറി ഓഫ് റെന്റ്. അതാണ് പഠിച്ചേക്കുന്നത്. മാച്ച് ദ ഫോളോയിങ് ആണ് തിയറി ഓഫ് റെന്റ്, അതായത് പാട്ട സിദ്ധാന്തം. പിന്നെ അതുപോലെ തന്നെ കാൾ മാക്സ്, സർപ്ലസ് വാല്യൂ, മിച്ചമൂല്യ സിദ്ധാന്തം. അങ്ങനെ ഓരോ കാര്യങ്ങൾ ജെയിം കെയ്ൻസിന്റെ പറയുന്നുണ്ട്. പിന്നെ ജെ ഷുംപീറ്റർ, ക്രിയേറ്റീവ് ഡിസ്ട്രാക്ഷൻ, അതായത് സൃഷ്ടിപരമായ നശീകരണം. പിന്നെ ചാണക്യ, എഫിഷ്യന്റ് ടാക്സ് സിസ്റ്റം. ദാദാഭായ് നവറോജി, ഡ്രെയിൻ തിയറി, അതായത് നമ്മൾ പറഞ്ഞ ചോർച്ച സിദ്ധാന്തം കൊണ്ടുവരുന്നത്. മഹാത്മാഗാന്ധിന്റെ ഹിന്ദു സ്വരാജ്, ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ് ബുക്കാണ്. ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക മക്കൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. സെറ്റ് അല്ലേ? യെസ്.